അപ്പോൾ 9ാം തരം ഒന്നാമത്തെ പാഠത്തിലെ ജീവൽ പ്രക്രിയകളിലേക്ക് അല്ലെങ്കിൽ ടു ലൈഫ് പ്രോസസ്സസ് എന്ന ഒന്നാമത്തെ പാഠത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. സയൻസ് ഓഫ് ലിവിങ് തിങ്സ്, എന്താണ് ജീവനുള്ളവയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജീവനുള്ളവയുടെ പ്രധാന ലക്ഷണങ്ങൾ മൂവ്മെൻറ്റ്, റെസ്പോൺസ്, റെസ്പിരേഷൻ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എന്നിവയാണ്. ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവനുള്ളവയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്ട്രക്ചറൽ ആൻഡ് വൈറ്റൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലൈഫ്, ജീവൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോശങ്ങളാണ്. സെൽസ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് വൈറ്റൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലൈഫ്. Through genetic engineering, Cambridge researchers artificially created which organism? കേംബ്രിഡ്ജിലെ ഗവേഷകർ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ഒരു ജീവിയുണ്ട്. ആ ജീവിയുടെ പേരാണ് ഈക്കോളൈ ടൈപ്പ് ബാക്ടീരിയ. അതായത് എസ്റ്ററീഷ്യ കോളൈ എന്ന തരം ബാക്ടീരിയയാണ് ജനിതക എഞ്ചിനീയറിംഗ് വഴി കേംബ്രിഡ്ജ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമായി നിർമ്മിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ബയോമോളിക്യൂളുകൾ? വാട്ട് ആർ ബയോമോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് നെസസറി ഫോർ സെൽ സ്ട്രക്ചർ ആൻഡ് ലൈഫ് പ്രോസസ്സസ് ആർ കോൾഡ് ആസ് ബയോമോളിക്യൂൾസ്. ദീസ് ആർ ദി ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. കോശഘടനയ്ക്കും ജീവൽ പ്രക്രിയയ്ക്കും ആവശ്യമായ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് എന്നിവയാണ് ബയോമോളിക്യൂളുകൾ എന്ന ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണം, എക്സാമ്പിൾസ് ഓഫ് ബയോമോളിക്യൂൾസ്. കാർബോഹൈഡ്രേറ്റിൽപ്പെട്ട പ്രധാനപ്പെട്ട ബയോമോളിക്യൂളുകളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇനി അടുത്തത് ലിപ്പിഡിൽ നമുക്ക് ഉദാഹരണമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഫാറ്റും ഓയിലുകളുമാണ്. അതായത് ലിപ്പിഡിലെ കൊഴുപ്പുകളും എണ്ണകളുമാണ് പ്രധാനപ്പെട്ട ലിപ്പിഡുകൾ. പ്രോട്ടീൻസിലെ ഉദാഹരണമായിട്ടുള്ളത് എൻസൈംസ്, ഹോർമോൺസ്, ആൻറ്റിബോഡീസ് ആണ്. പ്രോട്ടീനിലെ എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ എന്നിവയാണ് പ്രോട്ടീൻ ബയോമോളിക്യൂളുകൾക്ക് നമുക്ക് ഉദാഹരണമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ന്യൂക്ലിക് ആസിഡിലെ പെടുന്നത് DNA ആൻഡ് RNA ആണ്. ഓക്കെ, ഇത്രയുമാണ് ബയോമോളിക്യൂളുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. കൂടാതെ അനേകം ബയോമോളിക്യൂളുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. വിറ്റാമിൻസ്, അമിനോ ആസിഡ്, ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ക്ലോറോഫിൽ, ലാക്ടോസ്, മാൾട്ടോസ്, ഗ്ലിസറോൾ, ഫാറ്റി ആസിഡ്, ആൽബുമിൻ, ബിലിറൂബിൻ. These are also biomolecules, but the above important one is we have to know. അതായത് കാർബോഹൈഡ്രേറ്റിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, ലിപ്പിഡിൽ കൊഴുപ്പ്, എണ്ണകൾ, പ്രോട്ടീനിൽ എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ, ന്യൂക്ലിക് ആസിഡിൽ DNA ആൻഡ് RNA. ഇതാണ് പ്രധാനപ്പെട്ട ബയോമോളിക്യൂളുകൾ. ഇനി എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം എന്നാൽ ദ സയൻസ് ഓഫ് ലൈഫ് ആർ മാനിഫെസ്റ്റഡ് ത്രൂ ദ ആക്ഷൻ ഓഫ് ബിൽഡിംഗ് ബ്ലോക്സ് കോൾഡ് ബയോമോളിക്യൂൾസ് ആൻഡ് അതർ കെമിക്കൽ എലമെൻറ്റ്സ്. ഓൾ ദീസ് കെമിക്കൽ ആക്ടിവിറ്റീസ് ആർ നോൺ ആസ് മെറ്റബോളിസം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളെയും ഒന്നാകെ ചേർത്തിട്ട് നമ്മൾ മെറ്റബോളിസം എന്ന് വിളിക്കുന്നു. ബയോമോളിക്യൂളുകൾ എന്ന നിർമ്മാണ ഘടകങ്ങളും മറ്റു രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഇത്തരം രാസപ്രവർത്തനങ്ങൾ ഒന്നാകെ മെറ്റബോളിസം എന്നറിയപ്പെടുന്നു. ഇതിന് 2 ഉദാഹരണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫോട്ടോസിന്തസിസ് ആൻഡ് സെല്ലുലാർ റെസ്പിരേഷൻ, കോശശ്വസനം. ഇതൊക്കെ മെറ്റബോളിസത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി 2 തരം മെറ്റബോളിസം ആണുള്ളത്. മെറ്റബോളിസം ആർ ഓഫ് 2 ടൈപ്സ്, ആനബോളിസം
ആക്ടിവിറ്റീസ് ദാറ്റ് ജോയിൻ മോളിക്യൂൾസ് ആർ കോൾഡ് ആനബോളിസം. ഇതിന് ഉദാഹരണമായിട്ടുള്ളത് സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ആനബോളിസത്തിന് ഉദാഹരണം പ്രകാശ സംശ്ലേഷണമാണ്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇത് ഒരു ആനബോളിസത്തിന് ഉദാഹരണമാണ്. ഇനി കാറ്റബോളിസം എന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ് ദാറ്റ് ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ്. കാറ്റബോളിസത്തിൽ തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഇതിൽ ഉദാഹരണമായിട്ടുള്ളത് അമിനോ ആസിഡ്സ് ആർ അവൈലബിൾ ത്രൂ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീനിൻ്റെ വിഘടനം വഴി അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നു. ഇനി അടുത്തത് നെയിം ദ ബയോമോളിക്യൂൾസ് ഫോംഡ് ഇൻ ദ സെൽ ടു എയ്ഡ് ആൻഡ് റെഗുലേറ്റ് മെറ്റബോളിസം. ഹൗ ഡസ് ഈച്ച് ഓഫ് ദീസ് ഹെൽപ്പ്? മെറ്റബോളിസത്തെ സഹായിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാനായി കോശങ്ങളിൽ രൂപപ്പെടുന്ന ബയോമോളിക്യൂളുകൾ ഏവ? അവ ഓരോന്നും എപ്രകാരമാണ് സഹായകമാകുന്നത്? എൻസൈമും ഹോർമോണുകളും. എൻസൈംസ് ഹെൽപ്പ് സ്പീഡ് അപ്പ് വേരിയസ് കെമിക്കൽ റിയാക്ഷൻ ഇൻ ദ ബോഡി. ഹോർമോൺസ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ലൈഫ് ഫങ്ഷൻസ്. എൻസൈമുകളും ഹോർമോണുകളും. എൻസൈമുകൾ ജീവശരീരത്തിൽ നടക്കുന്ന വിവിധ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഹോർമോണുകൾ എന്താ ചെയ്യുന്നത്? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എൻസൈമുകളും ഹോർമോണുകളും വ്യക്തമായി മനസ്സിലാക്കണം. എൻസൈമും ഹോർമോണുകളും രണ്ടും പ്രോട്ടീനുകളാണ്. പക്ഷേ എൻസൈമുകൾ ജീവശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടുന്നു. ഹോർമോണുകൾ ജീവൽ പ്രവർത്തനങ്ങളുടെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി എൻസൈമുകൾക്ക് ഉദാഹരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങളാണ് സലൈവറി അമിലേസ് ഇൻ സലൈവ ആൻഡ് പെപ്സിൻ ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഉമിനീരിലെ സലൈവറി അമിലേസും ആമാശയരസത്തിലെ പെപ്സിനും. ഇനി ഹോർമോണുകൾക്ക് ഉദാഹരണം ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ and many other hormones are there like thyroid produce thyroxine. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എൻസൈമുകൾ ഹോർമോണുകൾക്ക് ഉദാഹരണം ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ മാത്രമാണ്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ ആർ എക്സാമ്പിൾസ് ഫോർ ഹോർമോൺസ്. അടിസ്ഥാനപരമായി മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ്. ഓൾ എൻസൈംസ് ആർ ബേസിക്കലി പ്രോട്ടീൻസ്. എല്ലാ എൻസൈമുകളും പ്രോട്ടീനുകളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇനി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ചില ഗ്രന്ഥികളാണ്. ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സം ഗ്ലാൻഡ്സ്. ദീസ് ഗ്ലാൻഡ്സ് ആർ നോൺ ആസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. മലയാളത്തിൽ പറഞ്ഞാൽ അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നു. ടെക്സ്റ്റ് ബുക്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് തന്നെയാണ് മലയാളം മീഡിയംകാരും എഴുതിയിട്ടുള്ളത്. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥിയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മലയാളം പേര്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഓർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ മലയാളത്തിൽ പറയുന്ന പേര് അന്തസ്രാവി ഗ്രന്ഥികൾ എന്നാണ്. Which elements required for metabolism are obtained from the external environment of organisms? ജീവികളുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും മെറ്റബോളിസത്തിന് ആവശ്യമായ ഏതെല്ലാം ഘടകങ്ങളാണ് ലഭിക്കുന്നത്? വാട്ടർ, സോൾട്സ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര. ജലം, ലവണങ്ങൾ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയാണ് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും മെറ്റബോളിസത്തിന് ആവശ്യമായി ജീവികൾക്ക് ലഭിക്കുന്നത്. How do substances from the external environment enter the cell membrane in unicellular and multicellular organism? ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളിലും കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? ഓരോ ജീവിയുടെയും ഉദാഹരണമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അമീബയിൽ substances are enter the amoeba directly through the cell membrane. അമീബയിൽ കോശസ്തരത്തിലൂടെ നേരിട്ട് പദാർത്ഥങ്ങൾ പ്രവേശിക്കുന്നു.
ആനിമൽസിൽ സബ്സ്റ്റൻസസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് റീച്ച് ദ ഇൻ്റർസെല്ലുലാർ ഫ്ലൂയിഡ്, അതായത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആൻഡ് ദെൻ എൻറ്റർ ത്രൂ ദി സെൽ മെംബ്രെയിൻ. ജന്തുക്കളിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ ആന്തര പരിസ്ഥിതിയായ കോശങ്ങൾക്കിടയിലെ എക്സ്ട്രാ സെല്ലുലാർ ദ്രവത്തിൽ എത്തിച്ചേരുകയും അവ കോശസ്തരത്തിലൂടെ പ്രവേശിക്കുകയും ചെയ്യുന്നു. പ്ലാന്റ്സ് സബ്സ്റ്റൻസസ് എൻറ്റർ ത്രൂ ദ സെൽ വോൾ, ദ ഇന്റർസെല്ലുലാർ സ്പേസ്, the cytoplasmic pathways called plasmodesmata and the plasma membrane. സസ്യങ്ങളിൽ കോശഭിത്തിയിലൂടെയും കോശങ്ങൾക്കിടയിലെ സ്ഥലത്തിലൂടെയും പ്ലാസ്മോഡെസ്മാറ്റ എന്ന കോശദ്രവ്യ പാതയിലൂടെയും പ്ലാസ്മ സ്തരത്തിലൂടെയും പദാർത്ഥങ്ങൾ പ്രവേശിക്കുന്നു. How do substances from the external environment enter the cell membrane in unicellular and multicellular organism? ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളിലും കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അമീബയിലും ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലുമൊക്കെ ഈ രീതിയിലാണ് പദാർത്ഥങ്ങൾ കടന്നു പോകുന്നത്. Cellular pathway that connect a cell to adjacent cells. ഒരു സസ്യകോശത്തെ തൊട്ടടുത്ത കോശവുമായി ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാതയാണ് പ്ലാസ്മോഡെസ്മാറ്റ. അതായത് സസ്യകോശത്തിൽ കോശഭിത്തിയുണ്ട്. ഈ കോശഭിത്തിക്കിടയിൽ കാണുന്ന ചെറിയ സുഷിരങ്ങളെയാണ് പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. ഇത് ഒരു കോശത്തെ കോശദ്രവ്യത്തെ മറ്റൊരു കോശദ്രവ്യവുമായി കണക്ട് ചെയ്യുന്ന കോശദ്രവ്യ പാതയാണ്. അപ്പോൾ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നാൽ സൈറ്റോപ്ലാസ്മിക് പാത്വേ ആണ് ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ മാത്രമേ പ്ലാസ്മോഡെസ്മാറ്റ കാണുകയുള്ളൂ. തിങ്സ് ദാറ്റ് ആക്ട് ആസ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ജന്തുക്കളിലും സസ്യങ്ങളിലും ആന്തര പരിസ്ഥിതിയായി വർത്തിക്കുന്ന കാര്യങ്ങൾ. ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആക്ട് ആസ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഇൻ ആനിമൽസ്, while in plants the extracellular fluid, the components of cell wall and air chambers serve as internal environment. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലുള്ള എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ആന്തര പരിസ്ഥിതിയായി വർത്തിക്കുമ്പോൾ സസ്യങ്ങളിൽ എക്സ്ട്രാ സെല്ലുലാർ ദ്രവവും കോശഭിത്തിയിലെ ഘടകങ്ങളും വായു അറകളും ആന്തര പരിസ്ഥിതിയായി വർത്തിക്കുന്നു. ഇനി എന്താണ് ഹോമിയോസ്റ്റാസിസ്? വാട്ട് ഈസ് മീൻ ബൈ ഹോമിയോസ്റ്റാസിസ്? സമസ്ഥിതി പാലനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കീപ്പിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഹോമിയോസ്റ്റാസിസ്. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ സമസ്ഥിതി പാലനം എന്ന് പറയുന്നു. ഒരു വ്യക്തിയുടെ ഒരു ശരീരത്തിലെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ സ്ഥിരമായി നിലനിർത്തുന്നതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. The reason why the cell membrane or plasma membrane where metabolism takes place is called selectively permeable membrane. പദാർത്ഥ വിനിമയം നടക്കുന്ന കോശസ്തരത്തെ അല്ലെങ്കിൽ പ്ലാസ്മ സ്തരത്തെ വരണതാര്യസ്തരം എന്ന് പറയാൻ കാരണം എന്താണ്? Only certain molecules can pass through this plasma membrane. പ്ലാസ്മ സ്തരത്തിലൂടെ ചില പ്രത്യേക തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് കോശസ്തരത്തെ അല്ലെങ്കിൽ പ്ലാസ്മ സ്തരത്തെ വരണതാര്യസ്തരം എന്ന് പറയുന്നത്. സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. കോശസ്തരത്തിലെ മുഖ്യ ഘടകങ്ങൾ. മേജർ കമ്പോണൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ഫോസ്ഫോലിപ്പിഡ് ലെയേഴ്സ് ആൻഡ് പ്രോട്ടീൻസ്. ഫോസ്ഫോലിപ്പിഡ് പാളികളും പ്രോട്ടീനുകളുമാണ് കോശസ്തരത്തിലെ മുഖ്യ ഘടകങ്ങളായിരിക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഫോസ്ഫോലിപ്പിഡുകളും പ്രോട്ടീനുകളും. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാസ്മ സ്തരം അല്ലെങ്കിൽ കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത്. പ്രോസസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് അക്രോസ് സെൽ മെംബ്രെയിൻ. കോശസ്തരത്തിലൂടെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായകരമായ പ്രക്രിയകളിലേക്കാണ് ഇനി അടുത്തത് നമ്മൾ കടക്കുന്നത്. ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഓസ്മോസിസ്,
ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആർ എന്താണ് മെയിൻ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽ ത്രൂ സെൽ മെംബ്രെയിൻ. അതായത് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നിവയിലൂടെയാണ് പദാർത്ഥങ്ങൾ കോശസ്തരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ്? Osmosis is the process by which water molecules move from their higher concentration to lower concentration across a semi-permeable membrane. It does not require energy. ഇതിന് എനർജി ആവശ്യമില്ല. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. ഇതിന് ഊർജം തീരെ ആവശ്യമില്ല. അപ്പോൾ ഓസ്മോസിസിന് ജലം മാത്രമാണ് ബാധകമായിട്ടുള്ളത്. ഓക്കെ. വാട്ട് ഈസ് ദ റീസൺ വൈ സെൽസ് ഇൻ ദ സോൾട്ട് വാട്ടർ ഷ്രിങ്ക് ആൻഡ് ഡ്രൈഡ് ഗ്രേപ്സ് സോക്ഡ് ഇൻ ഫ്രഷ് വാട്ടർ ബിക്കം സ്വെൽഡ്? ഉപ്പുവെള്ളത്തിലിടുന്ന കോശങ്ങൾ ചുരുങ്ങിപ്പോകുന്നതിന് കാരണം, അല്ലെങ്കിൽ ശുദ്ധജലത്തിലിടുന്ന ഉണക്കമുന്തിരി വീർത്തു വരുന്നതിന് കാരണം, ഇതിന് രണ്ടിനും കാരണം ഓസ്മോസിസ് ആണ്. പക്ഷെ രണ്ട് തരം ഓസ്മോസിസ് ഉണ്ട്. ഒന്ന് എക്സോസ്മോസിസ്, മറ്റൊന്ന് എൻഡോസ്മോസിസ്. എക്സോസ്മോസിസ് എന്ന് വെച്ചാൽ വാട്ടർ മോളിക്യൂൾസ് മൂവ് ഫ്രം ദ സെൽ ടു ദി സോൾട്ട് വാട്ടർ. കോശങ്ങളിൽ നിന്നും ജലതന്മാത്രകൾ ഉപ്പുവെള്ളത്തിലേക്ക് പോകുന്നു. ഇതാണ് എക്സോസ്മോസിസ്. എൻഡോസ്മോസിസ് എന്ന് വെച്ചാൽ വാട്ടർ മോളിക്യൂൾസ് എൻ്റർ ദ സെൽ ഓഫ് ഡ്രൈഡ് ഗ്രേപ്സ്. ഉണക്കമുന്തിരിയിലെ കോശങ്ങൾക്കുള്ളിലേക്ക് ജലതന്മാത്രകൾ പ്രവേശിക്കുന്നു. ഇതാണ് എൻഡോസ്മോസിസ്. എന്താണ് ഡിഫ്യൂഷൻ? What is diffusion? Diffusion is the process by which molecules spread from their higher concentration to lower concentration. It does not require energy. ഇതിനും എനർജി ആവശ്യമില്ല. Diffusion will also occur without a semi-permeable membrane. നേരത്തെ നമ്മൾ പറഞ്ഞ ഓസ്മോസിസിന് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആവശ്യമാണ്. ഇവിടെ ഡിഫ്യൂഷന് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആവശ്യമില്ല. Diffusion of oxygen, carbon dioxide are example in our body. തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് സാവധാനം വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ. ഇതിന് ഊർജം ആവശ്യമില്ല. അർദ്ധധാര്യ സ്തരം ഇല്ലാതെയും ഡിഫ്യൂഷൻ നടക്കാം. ഇതിന് നമുക്ക് സാധാരണ നമ്മുടെ നിത്യജീവിതത്തിലുള്ള എക്സാമ്പിൾ ഉണ്ട്. നമ്മളൊരു നല്ല ശുദ്ധജലത്തിൽ മഷി ഒഴിച്ചാൽ അത് മൊത്തം ആ വെള്ളത്തിൽ വ്യാപിക്കും. ഇത് ഡിഫ്യൂഷൻ ഒരു ഉദാഹരണമാണ്. ഒരു ചന്ദനത്തിരി നമ്മളൊരു റൂമിൽ കത്തിച്ച് വെച്ചാൽ അത് ആ റൂം മുഴുവൻ വ്യാപിക്കും. ഇതൊക്കെ ഡിഫ്യൂഷന് എക്സാമ്പിളാണ്. അതായത് ഡിഫ്യൂഷന് ഒരു അർദ്ധധാര്യ സ്തരത്തിൻ്റെ ആവശ്യമില്ല, ഒരു ഊർജത്തിൻ്റെ ആവശ്യമില്ല. അത് എവിടെ നിന്നും ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് നടക്കും. എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? Facilitated diffusion is the process by which molecules or ions diffuse from their higher concentration to their lower concentration with the help of certain proteins in the plasma membrane. It does not require energy. ഇതിനും എനർജി ആവശ്യമില്ല. Transport of glucose is an example. തന്മാത്രകളോ അയോണുകളോ പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ അല്ലെങ്കിൽ വാഹക പ്രോട്ടീൻ, ചാനൽ പ്രോട്ടീൻ എന്നൊക്കെ നമ്മൾ പറയും, സഹായത്തോടെ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇതിനും ഊർജം ആവശ്യമില്ല. ഗ്ലൂക്കോസ് തന്മാത്രയുടെ വ്യാപനം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അതായത് എക്സ്റ്റേണൽ, ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത് ഈ വാഹക പ്രോട്ടീൻ്റെ ഉള്ളിൽ കൂടെ മാത്രമേ നടക്കുകയുള്ളൂ. അതായത് the facilitated diffusion occur only in the with the help of certain proteins in the plasma membrane. ഇനി അടുത്തതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. വാട്ട് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്?
Active transport is a process of transport of molecules with the help of certain carrier protein using energy, that is ATP, from their lower concentration to higher concentration. Through this, the necessary salt reach the cells. ഗാഢതാക്രമത്തിന് വിപരീതമായി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാഢതാക്രമത്തിന് വിപരീതമായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് ATPയിലെ ഊർജം ഉപയോഗിച്ച് ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്തോടെ നടക്കുന്ന പദാർത്ഥ വിനിമയ പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇതിലൂടെ ആവശ്യമുള്ള ലവണങ്ങൾ കോശങ്ങളിലെത്തുന്നു. ഓക്കെ, ഇത് മാത്രമാണ് ഊർജത്തിൻ്റെ സഹായത്തോടെ നടക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഇവയ്ക്കൊന്നും ഊർജം ആവശ്യമില്ല. എന്നാൽ നമ്മൾ അവസാനമായി പഠിച്ച ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഊർജം ആവശ്യമാണ്. അതായത് നമ്മളൊരു സൈക്കിൾ ചവിട്ടി കുന്ന് കയറുമ്പോൾ നമുക്ക് ഊർജം ആവശ്യമാണല്ലോ. പക്ഷേ സൈക്കിൾ കുന്നിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ ഊർജം ആവശ്യമില്ല. ഈ കുന്ന് കയറുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. കുന്നിറങ്ങുന്ന പ്രക്രിയയാണ് ബാക്കിയുള്ള ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇതിനൊന്നും എനർജി ആവശ്യമില്ല. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് മാത്രമാണ് എനർജി ആവശ്യമായിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ആർ ബയോമോളിക്യൂൾസ് അവൈലബിൾ ഫോർ മെറ്റബോളിസം? മെറ്റബോളിസത്തിന് വേണ്ട ബയോമോളിക്യൂളുകൾ ലഭ്യമാവുന്നത് എങ്ങനെയാണ്? ബയോമോളിക്യൂൾസ് ആർ മെയിൻലി പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ത്രൂ ഫോട്ടോസിന്തസിസ്. അതേഴ്സ് ആർ മെയ്ഡ് വിത്തിൻ ദ സെൽസ്. ബയോമോളിക്യൂൾ പ്രധാനമായും പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് സസ്യങ്ങളാണ് നമുക്ക് തരുന്നത്. മറ്റുള്ളവ നമ്മൾ കോശത്തിനകത്ത് വെച്ച് നിർമ്മിക്കുന്നു. പ്രകാശ സംശ്ലേഷണമായ ഇലയുടെ ഘടനയിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. സ്ട്രക്ചർ ഓഫ് ഫോട്ടോസിന്തറ്റിക് ലീഫ്. ഫോട്ടോസിന്തസിസിൻ്റെ പ്രധാന അവയവമാണ്, സസ്യങ്ങളുടെ പ്രധാനപ്പെട്ട അവയവമാണെന്ത്? ഇല. മീസോഫിൽ സെൽസ് വിത്ത് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് ക്ലോറോഫിൽ സീൻ ഇൻ ബിറ്റ്വീൻ ദി അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമൽ ലെയേഴ്സ്. സ്റ്റൊമാറ്റ ആർ പ്രസൻറ്റ് ഇൻ ദ എപ്പിഡെർമിസ്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു അപ്പർ എപ്പിഡെർമിസും അതിൻ്റെ താഴെ ലോവർ എപ്പിഡെർമിസും ഉണ്ട്. അതിൻ്റെ ഇടയിൽ കാണുന്ന കോശങ്ങളാണ് മീസോഫിൽ കോശങ്ങൾ. മുകളിലെയും താഴെയുമുള്ള ഉപരിവൃതി, എപ്പിഡെർമിസിന് മലയാളം പേര് ഉപരിവൃതി എന്നാണ്. ഉപരിവൃതികൾക്കിടയിലായി ക്ലോറോഫിൽ അടങ്ങിയ ക്ലോറോപ്ലാസ്റ്റുകൾ ഉള്ള മീസോഫിൽ എന്ന് പറയുന്ന കോശങ്ങളുണ്ട്. ഇവ ഉപരിവൃതി കോശങ്ങൾക്ക് ഇടയിലായിട്ടാണ് കാണുന്നത്. സ്റ്റൊമാറ്റ എന്ന സുഷിരങ്ങളും കാണുന്നു. എവിടെ? ലോവർ എപ്പിഡെർമിസ്. താഴെയുള്ള ഉപരിവൃതിയിൽ നമുക്ക് സ്റ്റൊമാറ്റ എന്ന ചെറിയ സുഷിരങ്ങളെ കാണാം. ഇതാണ് ഒരു സസ്യത്തിൻ്റെ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ ഉള്ള ക്ലോറോപ്ലാസ്റ്റിൻ്റെ ചിത്രമാണ്. ഓരോ കോശത്തിൽ കാണുന്ന ആ പച്ച കുത്തുകളൊക്കെ ക്ലോറോപ്ലാസ്റ്റുകളാണ്. പ്രകാശ സംശ്ലേഷണം എന്ന ആഹാര നിർമ്മാണ പ്രക്രിയ നടക്കുന്നത് ഡാഷ് എന്ന സസ്യ കോശാംഗങ്ങളിൽ വെച്ചാണ്. ഇവിടെ വെച്ചിട്ടാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന കോശാംഗങ്ങളിൽ വെച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഫോട്ടോസിന്തസിസ് ഒക്കർ വിത്തിൻ ദ സെൽ ഡാഷ് സെൽ ഓർഗനൽസ് ക്ലോറോപ്ലാസ്റ്റ്. ഇനി ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഓഫ് എ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന നിങ്ങൾ ചിത്രം വരച്ച് പഠിക്കേണ്ടതാണ്. ഇത് എക്സാമിന് ചിത്രം വരയ്ക്കാൻ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഹരിതകണത്തിൻ്റെ ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞ് വരും. ഇൻസൈഡ് ദ ക്ലോറോപ്ലാസ്റ്റ് which has a double membrane, outer membrane and inner membrane, there is a liquid part called stroma and grana stocked with membrane sacs called thylakoids. The stroma lamellae connect the grana are also found. ബാഹ്യസ്തരം, ആന്തരസ്തരം എന്നീ ഇരട്ട സ്തരമുള്ള ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ സ്ട്രോമ എന്ന ദ്രാവക ഭാഗവും അതിൽ തൈലക്കോയിഡിൽ നിന്ന് സ്തരസഞ്ചികൾ അടുക്കി വെച്ച ഗ്രാനകളും ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള സ്ട്രോമ ലാമെല്ലകളും കാണപ്പെടുന്നു. ഈ ചിത്രം ഒന്ന് നോക്കുക. ഇന്നർ മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ
കോയിൻസ്, നമ്മൾ കോയിൻ അടുക്കി വെച്ചതുപോലെ ഇവിടെ കാണുന്ന ഗ്രാന ഉണ്ട്. അതിൽ ഓരോ കോയിനുകളെയും നമ്മൾ തൈലക്കോയിഡ് എന്ന് വിളിക്കുന്നു. അതിലുള്ള ദ്രാവക ഭാഗത്തെ മൊത്തം സ്ട്രോമ എന്ന് വിളിക്കുന്നു. ഇനി 2 ഗ്രാനകളെ കണക്ട് ചെയ്യുന്ന തൈലക്കോയിഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്ട്രോമ തൈലക്കോയിഡ്. ഇന്നെങ്ങനെയാണ് നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത്. ഇനി പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏവ എന്ന് ചോദിച്ചാൽ ഫാക്ടേഴ്സ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്: സൺലൈറ്റ്, ക്ലോറോഫിൽ, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്. സൺലൈറ്റ് എന്തിനാണ്? പ്രൊവൈഡ് എനർജി ഫോർ സ്പ്ലിറ്റിംഗ് വാട്ടർ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ക്ലോറോഫിൽ ടു അബ്സോർബ് ദ സൺലൈറ്റ്. വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ടു ബിക്കം ഫുഡ് ഓർ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ. സൂര്യപ്രകാശം ജലതന്മാത്രകളെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റുന്നതിനുള്ള ഊർജം സൂര്യപ്രകാശത്തിൽ നിന്നാണ് കിട്ടുന്നത്. ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം ഇതിൽ വെച്ചിട്ടാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത്. ജലം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയാണ് ഇവിടെ യോജിച്ച് ഗ്ലൂക്കോസായി തീരുന്നത്. 2 steps in process of food formation അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് that take place in chloroplast. ക്ലോറോപ്ലാസ്റ്റിൽ നടക്കുന്ന ആഹാര നിർമ്മാണ പ്രക്രിയയിലെ അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിലെ 2 ഘട്ടങ്ങളാണ് ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. മലയാളത്തിൽ പറഞ്ഞാൽ പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം. ഫോട്ടോസിന്തസിസിലെ പ്രധാനപ്പെട്ട 2 ഫേസാണ് ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. The part of chloroplast that appear as stacks of thylakoids containing chlorophyll and light phase of photosynthesis occur are ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ ഹരിതകം അടങ്ങിയ തൈലക്കോയിഡുകൾ എന്ന സ്ഥരസഞ്ചികൾ അടുക്കി വെച്ചതുപോലെയുള്ളതും പ്രകാശഘട്ടം സംഭവിക്കുന്നതുമായ ഭാഗത്തെ ഗ്രാന എന്ന് പറയുന്നു. ഇനി പ്രകാശ സംശ്ലേഷണത്തിലെ പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചേഞ്ചസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഘട്ടങ്ങളാണുള്ളത്, ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. ലൈറ്റ് ഫേസിലുള്ള പ്രധാന പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. പ്രകാശഘട്ടത്തിൽ നടക്കുന്നത് ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. ലൈറ്റ് ഫേസ് ടേക്കിംഗ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. പ്രകാശോർജം ഉപയോഗിച്ചുകൊണ്ടാണ് ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ പ്രകാശഘട്ടം നടക്കുന്നത്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ വാട്ടർ മോളിക്യൂൾസ് ആർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ജലതന്മാത്രകളെ ഹൈഡ്രജനും ഓക്സിജനുമാക്കി വിഘടിപ്പിക്കുന്നു. ഓക്സിജൻ ഈസ് റിലീസ്ഡ് ഔട്ട്. ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഈ ഘട്ടത്തിൽ പുറത്തേക്ക് പോകുന്നു. ഹൈഡ്രജൻ ആർ എൻറ്റേഴ്സ് ദ സ്ട്രോമ ഫ്ലൂയിഡ്. ഹൈഡ്രജൻ സ്ട്രോമ ദ്രാവകത്തിലേക്ക് ലയിക്കുന്നു. പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ATP. ഇവിടെ നിർമ്മിക്കുന്ന ഒരു വസ്തുവാണ് ATP എന്ന ഊർജത്തിൻ്റെ നാണയങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നു. ATP എന്ന ഊർജം ഇവിടെ ഉണ്ടാക്കുന്നു. ഈ ATP എന്ന ഊർജമാണ് അടുത്ത ഘട്ടമായി ഇരുണ്ട ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടത്. അടുത്ത ഘട്ടത്തിലേക്ക് പോയാൽ ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നു. ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ. ഇത് സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ഇവിടെ പ്രകാശം ആവശ്യമില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല. ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ ടു ഫോം ഗ്ലൂക്കോസ്. ഇവിടെ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ യോജിച്ച് അല്ലെങ്കിൽ ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. യൂസസ് ദ എനർജി ATP. നേരത്തെ ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ പ്രകാശഘട്ടത്തിൽ ഉണ്ടാക്കിയ ഊർജത്തെ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു. ഇനി ഈ വ്യക്തിയെ നിങ്ങൾക്കറിയാമോ? ഇത് ഇരുണ്ട ഘട്ടം അല്ലെങ്കിൽ ഡാർക്ക് ഫേസിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. ഇദ്ദേഹത്തിന് ഈ കണ്ടുപിടുത്തത്തിന് 1961 നോബൽ പുരസ്കാരം കിട്ടിയ ഒരാളാണ് മെൽവിൻ കാൽവിൻ. അതുകൊണ്ട് നമ്മൾ ഇരുണ്ട ഘട്ടത്തെ കാൽവിൻ സൈക്കിൾ എന്നും കൂടി വിളിക്കുന്നുണ്ട്. Why the plants convert glucose produced as a result of photosynthesis into starch. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ അന്നജമാക്കി മാറ്റുന്നു. ഇതിന് കാരണം എന്താണ്?
വാട്ടർ സൊല്യൂബിൾ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു ഇൻസൊല്യൂബിൾ സ്റ്റാർച്ച് ഫോർ എ സ്റ്റോറേജ്. ജലത്തിൽ ലയിക്കുന്ന ഗ്ലൂക്കോസ് സംഭരിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അലേയമായ അന്നജമാക്കി മാറ്റുന്നത്. In what form does starch which is produced from glucose go to different parts of the plant? ഗ്ലൂക്കോസിൽ നിന്നും ഉണ്ടാകുന്ന അന്നജം ഏതൊക്കെ രൂപത്തിൽ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നു? സൂക്രോസിൻ എന്ന രൂപത്തിലാണ് ഇത് സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. സൂക്രോസ് എന്ന രൂപത്തിലാണ്, അതായത് അന്നജമാക്കി സംഭരിച്ച ആഹാരത്തെ സൂക്രോസ് ആക്കി മാറ്റിയിട്ടാണ് ഫ്ലോയം കുഴലുകളിലൂടെ പോകുന്നത്. What are the different substances that are produced when glucose undergoes metabolism? സസ്യങ്ങളിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന് വിധേയമായി ഉണ്ടാകുന്ന വിവിധ പദാർത്ഥങ്ങൾ ഏവ? കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ സ്റ്റാർച്ച്, സൂക്രോസ്, ഫ്രക്ടോസ്. നമ്മൾ ആദ്യം പഠിച്ചല്ലോ കാർബോഹൈഡ്രേറ്റിൻ്റെ വിവിധ രൂപങ്ങൾ. അന്നജം, സൂക്രോസ്, ഫ്രക്ടോസ് എന്നീ രൂപത്തിലുണ്ട് കാർബോഹൈഡ്രേറ്റ്. പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് എന്ന് വെച്ചാൽ ഫാറ്റുകൾ അല്ലെങ്കിൽ ഓയിലുകൾ, വിറ്റാമിനുകൾ എന്നിവയൊക്കെ ഈ രൂപത്തിലൊക്കെയാണ് സസ്യങ്ങളിൽ ഗ്ലൂക്കോസ് നിർമ്മിച്ചത്. ഈ രൂപത്തിലൊക്കെയാണ് സംഭരിച്ചു വെക്കുന്നത്. സസ്യങ്ങളിൽ ഉണ്ടാകുന്ന പോഷകങ്ങൾ ജന്തുക്കൾക്ക് ലഭിക്കുന്നത് എങ്ങനെ? ഹൗ ഡു ആനിമൽസ് ഗെറ്റ് ദ ന്യൂട്രിയൻസ് ദാറ്റ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്? ത്രൂ ഫുഡ് ചെയിൻ. അതായത് ആഹാര ശൃംഖലയിലൂടെയാണ് സസ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പോഷകങ്ങൾ ജന്തുക്കളിലേക്ക് എത്തുന്നത്. ഹു ആർ ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ ആൻഡ് അതർ വാട്ടർ ബോഡീസ്? സമുദ്രത്തിലെയും മറ്റു ജലാശയത്തിലെയും പ്രധാന ഉൽപ്പാദകർ ആരാണ്? ആൽഗെ ആൻഡ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് സമുദ്രത്തിലെയും മറ്റു ജലാശയങ്ങളിലെയും പ്രധാന ഉൽപ്പാദകർ, മെയിൻ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ആൽഗകളുടെയും സസ്യപ്ലവകങ്ങളുടെയും ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ദ മെയിൻ സർവീസസ് ദാറ്റ് പ്ലാന്റ്സ് പ്രൊവൈഡ് ടു ദി ലിവിങ് വേൾഡ്? ജീവലോകത്തിന് സസ്യങ്ങൾ നൽകുന്ന പ്രധാന സേവനങ്ങൾ എന്തെല്ലാമാണെന്ന് കൊടുത്തിട്ടുണ്ട്. പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സസ്യങ്ങൾ ആഹാരം തരുന്നു, എല്ലാവർക്കും അറിയാം അല്ലേ? സസ്യങ്ങൾ ആഹാരം തരുന്നു. പ്രൊവൈഡ് ഫുഡ്, പ്രൊവൈഡ് ഓക്സിജൻ തരുന്നു. റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ് ബൈ അബ്സോർബിങ് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോളതാപനം കുറയ്ക്കുന്നു. ഹെൽപ്പ് പ്രിവെൻറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ നമ്മെ സഹായിക്കുന്നതും സസ്യങ്ങളാണ്. സെർവ്സ് ആസ് പ്രയോറിറ്റി ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായി വർത്തിക്കുന്നു. അടുത്തത് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ആർ ആൾസോ അവൈലബിൾ, സാമ്പത്തിക പ്രാധാന്യമുള്ള പല വിഭവങ്ങളും നമുക്ക് സസ്യങ്ങൾ തരുന്നുണ്ട്. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ്. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതും സാമ്പത്തിക പ്രാധാന്യമുള്ളതുമായ വിഭവങ്ങൾക്ക് ഉദാഹരണം നൽകുക. മെഡിസിൻസ് ലൈക്ക് തുളസി ആൻഡ് അലോവേറ, തുളസി, കറ്റർവാഴ പോലുള്ള ഔഷധങ്ങൾ നമുക്ക് തരുന്നത് സസ്യങ്ങളാണ്. ബിവറേജസ് ലൈക്ക് കോഫി ആൻഡ് ടീ, തേയില, കാപ്പി പോലുള്ള പാനീയങ്ങൾ തരുന്നതും സസ്യങ്ങളാണ്. ബയോ പെസ്റ്റിസൈഡ്സ് ലൈക്ക് നീം ആൻഡ് ഗാർലിക്, വേപ്പ്, വെളുത്തുള്ളി കഷായം പോലുള്ള ജൈവ കീടനാശിനികളും നമുക്ക് സസ്യങ്ങളിൽ വഴി ഉപയോഗിക്കാം. ജൈവ കീടനാശിനികൾ പ്രകൃതിക്ക് യാതൊരുവിധ ദോഷങ്ങളും ചെയ്യുന്നില്ല. അപ്പോൾ വെളുത്തുള്ളി, വേപ്പ് പോലുള്ള ജൈവ കീടനാശിനികളാണ് നമുക്ക് പരിസ്ഥിതിക്ക് അഭികാമ്യം. റബ്ബർ ലാറ്റക്സ് നമ്മൾ റബ്ബർ മരത്തിലൂടെ നമുക്ക് ഒരുപാട് ലാറ്റക്സ് കിട്ടുന്നു. ഈ റബ്ബറിൻ്റെ പാൽ, ഇതിൽ വഴി നമുക്ക് വളരെയധികം സാമ്പത്തിക പ്രാധാന്യമുള്ളതാണ് ഈ റബ്ബറിൻ്റെ ലാറ്റക്സ്. ഇനി അടുത്തത് കണ്ടൽ കാടുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം, അതായത് ഇക്കോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മാംഗ്രൂവ്സ് ഫോറസ്റ്റ്. ഇതെന്തൊക്കെയാണ് നമുക്ക് തരുന്നതെന്ന് ചോദിച്ചാൽ ദേ ആർ എ റെപ്പോസിറ്ററി ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ് എന്ത്? കണ്ടൽ കാടുകൾ. ദേ ആർ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത്, മത്സ്യസമ്പത്തിൻ്റെ ഉറവിടമാണ് കണ്ടൽ കാടുകൾ. ദേ പ്രൊട്ടക്റ്റ് ദ സോയിൽ ഓഫ് കോസ്റ്റൽ ഏരിയാസ്, തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷകരാണ് കണ്ടൽക്കാടുകൾ. ദേ റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ് ബൈ അബ്സോർബിങ് കാർബൺ ഡൈ ഓക്സൈഡ്,
കാർബൺ ഡൈ ഓക്സൈഡുകളെ ആഗിരണം ചെയ്തുകൊണ്ട് ആഗോളതാപനത്തെ ഒരു പരിധിവരെ കുറയ്ക്കാൻ നമുക്ക് കണ്ടൽക്കാടുകൾ സഹായിക്കുന്നു. ദേ പ്രിവെൻറ്റ് സുനാമി. സുനാമിയെ തടയാൻ വളരെയധികം കണ്ടൽക്കാടുകൾ നമ്മെ സഹായിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, ഹു ഈസ് ദ കേരളൈറ്റ് എൻവിയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് ഹു മെയ്ഡ് അസ് അവെയർ ഓഫ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് മാംഗ്രൂവ് ഫോറസ്റ്റ്? കണ്ടൽക്കാടുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയ കേരളീയനായ ഒരു പരിസ്ഥിതി പ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് കല്ലേൻ പൊക്കുടൻ. ഈ ചിത്രത്തിൽ കാണിക്കുന്ന വ്യക്തിയാണ് കല്ലേൻ പൊക്കുടൻ. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്.